ഇതിനകത്ത് വലിയ അഴിമതിയാണുള്ളത്. ഈ കാർബറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിൻ്റെ ബന്ധപ്പെട്ട മുതലാളിമാരെല്ലാം മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. ഈ തീരുമാനം 25 വർഷത്തെ കൂടി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ഇതിൻ്റെ ഓണർ, പേര് ഞാൻ പറയുന്നില്ല, ഓണറും ബന്ധപ്പെട്ട ആളുകളും മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ്, വ്യവസായ മന്ത്രി മുഖേന മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് നീട്ടിക്കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിൻ്റെ പിന്നിൽ വലിയ അഴിമതിയുണ്ട്. CPMൻ്റെ ഒരു കറവ പശുവായി കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ഉന്നയിച്ചൊരു കാര്യമുണ്ട്. 2040 വരെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ദീർഘകാല കരാർ ആരോടും ചോദിക്കാതെ റദ്ദാക്കിയുണ്ടായി. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 2040 വരെ ഒരു ദീർഘകാല കരാറിൽ ഒപ്പിട്ടു. യൂണിറ്റ് 1-ന് 4 രൂപ 29 പൈസയ്ക്കാണ് അത് കിട്ടിയത്. അത് റദ്ദാക്കിയത് സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾക്ക് കേരളത്തിൽ വൻ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ്. അദാനിയെ പോലുള്ള ആളുകൾക്ക് കേരളത്തിലെ വൈദ്യുതി നൽകാൻ വേണ്ടിയാണ് ആ കരാർ റദ്ദാക്കിയത്. ഇന്നിപ്പോൾ വൈദ്യുതി വാങ്ങുന്നത് ഹ്രസ്വകാല കരാറിലാണ്. വാങ്ങുന്ന 14 രൂപ, 10 രൂപ, 12 രൂപ യൂണിറ്റ് 1-ന് വാങ്ങുകയാണ്. 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലോങ് ടൈം എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്ത് 10 മുതൽ 14 വരെ യൂണിറ്റ് 1-ന് വൈദ്യുതി വാങ്ങി നമ്മുടെ തലയിൽ കൂടുതൽ ചാർജ് അടിച്ചേൽപ്പിക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ദീർഘകാല കരാറിന് വേണ്ടി വീണ്ടും ഇലക്ട്രിസിറ്റി ബോർഡ് ആവശ്യപ്പെടുകയാണ്. അതിന് അനുവാദം കിട്ടിക്കഴിഞ്ഞു. ഇലക്ട്രിസിറ്റി അതോറിറ്റി അത് അനുവാദം കൊടുത്തു. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ദീർഘകാല കരാറിൽ ഒപ്പിടാം, പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന 4 രൂപ 29 പൈസയ്ക്ക് തന്നെ ആയിരിക്കണം ദീർഘകാല കരാർ, ലോങ് ടൈം എഗ്രിമെൻ്റ് ഒപ്പിടേണ്ടത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ വൻ അഴിമതിയാണ്. ഒരു പൈസ ഇലക്ട്രിസിറ്റിയിൽ വർദ്ധിപ്പിച്ചാൽ 13,000 കോടി രൂപയുടെ ബാധ്യതയാണ്, അതിൽ കൂടുതലുള്ള ബാധ്യതയാണ് നമുക്കുണ്ടാകുന്നത്. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് കിട്ടിക്കൊണ്ടിരുന്ന ലോങ് ടൈം എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്ത് 10 മുതൽ 14 രൂപ വരെ യൂണിറ്റ് 1-ന് വൈദ്യുതി വാങ്ങുന്ന ഇത്രയും വലിയ കൊള്ള കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് മറ്റൊരു അഴിമതിയായ കാർബറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന് വേണ്ടി മണിയാർ ജലവൈദ്യുതി പദ്ധതി 25 വർഷം കൂടി നീട്ടി നൽകാൻ തീരുമാനിക്കുന്നു. ഒരു വ്യവസ്ഥയില്ല. ആ കരാർ മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ യാതൊരു വ്യവസ്ഥയുമില്ല. BOT കരാർ അനുസരിച്ച് 30 വർഷം കഴിയുമ്പോൾ അത് നീട്ടി അത് ഇലക്ട്രിസിറ്റി ബോർഡിന് കൈമാറണമെന്നാണ്. ഒരിക്കലുമല്ല. കാരണം 30 വർഷം ഇയാൾക്ക് BOT എഗ്രിമെൻ്റ് പ്രകാരം കൊടുത്തല്ലോ. പുതിയ വ്യവസായങ്ങൾ ഇത്രയും വർഷമായിട്ട് ആകെ കാർബറണ്ടം കൊച്ചിയിലും അങ്കമാലിയിലും ആയ 3 വ്യവസായ സ്ഥാപനങ്ങളാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഈ വൈദ്യുതി സൗജന്യമായി കിട്ടിയിട്ടും കാർബറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് കൊച്ചിയിലോ കേരളത്തിലോ ഒരു പുതിയ വ്യവസായം ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ വ്യവസായ മന്ത്രി, ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചത് കൊണ്ടാണ് വ്യവസായ മന്ത്രി പറയുന്നത് 7 വ്യവസായം വരുന്നു. 7 പോയിട്ട് ഒരു വ്യവസായം വരാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും വല്ല സംശയം ഉണ്ടോ കാര്യത്തിൽ? ഇത് നടക്കുന്ന അഴിമതി എന്ന് പറഞ്ഞാൽ 30 വർഷക്കാലം സൗജന്യമായി ക്യാപ്റ്റീവ് പവർ ഇവർക്ക് നൽകി, യൂണിവേഴ്സൽ കാർബറണ്ടം ലിമിറ്റഡ് നൽകി. ഇപ്പം വീണ്ടും 25 വർഷം കൂടി നടക്കുന്നതിൻ്റെ പിന്നിൽ കൊടിയ അഴിമതി തന്നെയാണുള്ളത്. യാതൊരു വ്യവസ്ഥയുമില്ലാതെ, എഗ്രിമെൻറ്റിൽ അങ്ങനെ യാതൊരു വിധത്തിലുള്ള പരാമർശമില്ലാതെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ കൂട്ടിക്കൊടുക്കുന്നത്? അതിനാകെ കമ്പനി കൊടുത്ത ഒരു റിക്വസ്റ്റ് 2018-19 പ്രളയത്തിൽ അവർക്ക് നാശനഷ്ടം ഉണ്ടായതാണ്. ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല.
ഇതാണ് വസ്തുത. അതുകൊണ്ടാണ് നാളത്തെ ക്യാബിനറ്റിൽ ഇത് ഏറ്റെടുക്കാനുള്ള നടപടി ഉണ്ടാകണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്.